ഇനി ഏജിന്റെ കേസ് ഉണ്ട്. നിങ്ങളിപ്പോൾ അഡ്വർടൈസ്മെന്റിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ്. അപ്പൊ അതിനകത്ത് കണ്ടോ ഫൈൻഡ് ഔട്ട്, അതായത് ക്യാൻ ബി ഹെൽപ്പ് പീപ്പിൾ ജസ്റ്റ് 10-62. നിങ്ങൾ 63 തിരിയുന്ന ഒരാളാണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഉണ്ട്. അങ്ങനെ ആ ഒരു ഏജിനെ 62 എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ളവരെ നേരെ എക്സ്പോസ് ചെയ്യുകയാണ്. അപ്പൊ അതൊരു ഇംപ്ലൈസ് നോളജ് ഓഫ് ദ എക്സാക്ട് ഏജ് ഓഫ് ദ പേഴ്സൺ ഹൂ സീസ് ദ ആഡ്. അപ്പൊ അങ്ങനെ കൊടുക്കാൻ പാടില്ല. പകരം നമുക്ക് ഓൾട്ടർനേറ്റീവ് കൊടുക്കാം. ഹൗ യുവർ ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് പേഴ്സണൽ ഹെൽപ്പ് എ പൊട്ടൻഷ്യൽ കസ്റ്റമർ ഇൻക്ലൂഡിംഗ് സീനിയേഴ്സ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ജനറലൈസ് ചെയ്യാം. എവിടെയൊക്കെ പേഴ്സണലൈസ് ചെയ്ത് വരുന്നു അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ജനറലൈസ് ചെയ്യുക. കറക്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കില്ല 100% ഗ്യാരണ്ടീഡ് സർവീസസ്, ഇതെല്ലാം തന്നെ എന്താ പറയാ ഒരു മിസ്ലീഡിങ് കണ്ടന്റ് ആയിട്ട് വരും. നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ തന്നെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ്. അതാണ് ഈ ഏജിന്റെ കാറ്റഗറിയിൽ വരുന്നത്. അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. മീറ്റ് സീനിയേഴ്സ് നോ പ്രോബ്ലം, പക്ഷേ മീറ്റ് അതർ സീനിയേഴ്സ് അത് പ്രശ്നമാണ്. അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ട്. ആർ യു 18 years old, അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. റെഡി ടു അപ്ഗ്രേഡ് യുവർ സ്കിൻ ടു ലുക്ക് യങ്ങർ, അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ട്. ഈ എക്സാമ്പിൾസ് എല്ലാം ഡയറക്റ്റ് ഫേസ്ബുക്കിന്റെ പോളിസീസ് ഞാൻ ഇട്ടിരിക്കുന്നതാണ്.